വേനലിന് തുടക്കമായതോടെ കാട് വിട്ട് മൃഗങ്ങൾ കൂട്ടമായി നാട്ടിലേക്ക് ഇറങ്ങുന്നത് പതിവാകുന്നു. കാട്ടാന, കാട്ടുപന്നി, കുരങ്ങ്, കാട്ടുപോത്ത് തുടങ്ങി മൈൽ വരെ നാട്ടിലിറങ്ങി ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. കാട്ടാനശല്യം രൂക്ഷമായുള്ള ചിന്നക്കനാൽ, ശാന്തൻപാറ മേഖലകളിൽ ജനജീവിതം പകൽ പോലും ദുസ്സഹമാവുകയാണ്. ഒരു കൃഷിയും ചെയ്യാൻ വയ്യാത്ത സ്ഥിതിയാണ്. വേനലിൽ കാട്ടിലെ നീർച്ചാലുകൾ വറ്റിവരണ്ടു തുടങ്ങിയതോടെ കാട്ടാന, കാട്ടുപന്നി, കുരങ്ങ്, കാട്ടുപോത്ത് തുടങ്ങി മയിൽ വരെ നാട്ടിലിറങ്ങി ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. ഭീതി സൃഷ്ടിക്കുന്നതിലും കൃഷി നശിപ്പിക്കുന്നതിലും മുൻപന്തിയിൽ കാട്ടാനകളാണ്. മാങ്കുളം, ചിന്നക്കനാൽ, പൂപ്പാറ, ശാന്തൻപാറ, മൂന്നാർ, കുണ്ടള, കുമളി വൻശല്യം അതിരൂക്ഷമായി തുടരുന്നത്. വർഷങ്ങളുടെ അധ്വാനം നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട ഗതികേടിലാണ് കർഷകർ. അബദ്ധത്തിൽ ഇവയുടെ മുമ്പിൽപ്പെടുന്ന നിരവധി മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റവരും അംഗവൈകല്യം സംഭവിച്ചവരും കുറവല്ല. നഷ്ടപരിഹാരം എന്ന് പറഞ്ഞ് തുച്ഛമായ തുക ചിലർക്ക് ലഭിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒന്നും കിട്ടാറുമില്ല. ഇപ്പം ആനയെ പേടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ ഭയങ്കര പേടിയാണ്. പള്ളിയിൽ രാവിലെ പോകത്തില്ല. പിള്ളേർക്കാണ് സ്കൂളിൽ പോകണമെങ്കിലൊക്കെ ആനയുടെ ഭയങ്കര ശല്യമാണ്. ആളുകളൊക്കെ ഓടിക്കുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ആൾക്കാരെ കൊല്ലുന്നുണ്ട്. പിന്നെ രാവിലെ പോകുന്ന ഒത്തിരി പേരൊക്കെ ഓടിച്ചൊക്കെ ഒരു തലനാരിലൊക്കെ രക്ഷപ്പെട്ടു വരുന്നു. കാട്ടാന കഴിഞ്ഞാൽ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതിൽ പ്രമുഖനാണ് കാട്ടുപന്നി. സംസ്ഥാനത്ത് തന്നെ കാട്ടുപന്നികളുടെ പ്രധാന ഹോട്ട്സ്പോട്ടാണ് ഇടുക്കി. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ ഹോട്ട്സ്പോട്ടുകളുടെ പട്ടികയിൽ ജില്ലയിലെ 68% വില്ലേജുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. കാട്ടുപന്നി ശല്യം രൂക്ഷമായ 46 വില്ലേജുകളാണ് ഇടുക്കിയിലുള്ളത്. ഉടുമ്പൻചോല താലൂക്കിലാണ് കൂടുതൽ വില്ലേജുകൾ. കാട്ടുപന്നികളെ വെടിവെക്കുവാൻ അനുമതിയുണ്ടെങ്കിലും കർശന മാനദണ്ഡങ്ങളുള്ളതും ലൈസൻസ് ഉള്ളവർ ചുരുക്കമാണെന്നുള്ളതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ജില്ലയിലെ വിവിധ മേഖലകളിൽ കാട്ടുപോത്ത് അടക്കമുള്ളവ ഇറങ്ങി ഭീതിയും പരത്തിയത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.